ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി സി ജോസഫ് വിജയനാണ് നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകളുടെ സ്ഥിരമായ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം ക്രിസ്തുമതം തനിക്ക് പകർന്നു നൽകിയ അറിവുകൾ തമിഴ് പഠിക്കുന്നതിലൂടെ ലഭിക്കില്ലെന്ന തമിഴ്നാട് ധനമന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയെ അവഹേളിച്ചുവെന്നാരോപിച്ച് BJP രംഗത്ത്. മനു ഭരത് നമുക്കൊപ്പമുണ്ട്. മനു, തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കമാണ്. ഡീലിമിറ്റേഷനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരമ്പരാഗത തമിഴ്വാദം ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട്. എന്താണ് ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ സംഭവിക്കുക? സജിത്തെ, തമിഴ്നാട്ടിൽ അവർ ഒരു രാഷ്ട്രീയ ഐക്യത്തിന് ഉള്ളൊരു ശ്രമം നടത്തുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു സമവായത്തിനുള്ളൊരു ശ്രമം നടത്തുകയാണ്. തമിഴ്നാട് നിയമസഭയിൽ വിജയ് എന്നൊരു പ്രമേയവുമായി വരുന്നു. അതായത് പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിലെ സീറ്റുകളിൽ 543 അത് നിജപ്പെടുത്തണം. ജനസംഖ്യാ അനുപാതം 1971 അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിൽ 543 സീറ്റുകൾ ആക്കിയത്. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇപ്പോൾ തമിഴ്നാടും അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കി. അത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പാർലമെൻറ്റ് സീറ്റ് കിട്ടുന്നൊരു സാഹചര്യം വരും എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായി ആ 71 ജനസംഖ്യാ അനുപാതത്തിൽ തന്നെ പാർലമെൻറ്റ് സീറ്റുകൾ നിശ്ചയിക്കുക, ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കുക എന്നതാണ് TVK ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ DMKയുടെയും AIADMKയുടെയും ഒക്കെ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീ ജോസഫ് വിജയ് അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൽ പക്ഷേ DMK AIADMK MP-മാരൊന്നും അതിൽ പങ്കെടുത്തില്ല. പക്ഷേ കോൺഗ്രസിൻ്റെയും CPIയുടെയും CPM-ൻ്റെയും VCKയുടെയും ഒക്കെ MP-മാർ അതിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ഒരു പിന്തുണ ഇതിനുണ്ട്. പക്ഷേ DMKയും AIADMKയും MDMKയും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇപ്പോൾ നിർണായകമായി വരികയാണ്. വിജയ് ഉയർത്തുന്ന ഒരു ആവശ്യം ഇത് 543 തന്നെ ഇത് നിലനിർത്തുക. ഒപ്പം ഈ രാജ്യസഭയിലെ സീറ്റുകൾ 2.2:1 എന്ന നിലയിൽ രാജ്യസഭയിലെയും ആ സീറ്റ് ഷെയർ അതേപോലെ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തമിഴ്നാടിന് അർഹമായ നീതി ലഭിക്കില്ല, അവർക്ക് ആവശ്യമായ ഒരു ശബ്ദം പാർലമെൻറ്റിൽ ഉണ്ടാകില്ല എന്നാണ് TVKയുടെ നിലപാട്. ഇതിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കുമോ എന്നതാണ്. വിജയ് അവിടെ ഒരു സമവായത്തിന് ശ്രമിക്കുന്നു. അത് എത്രത്തോളം ഫലം കാണും എന്നതൊരു വലിയ നിർണായകമായ വിഷയമാണ്. മറ്റൊന്ന് സജിത് സൂചിപ്പിച്ചത് അവിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന പൊട്ടിപ്പുറപ്പെട്ടുള്ള ഒരു വിവാദമാണ്. അത് ഈ ബഡ്ജറ്റ് പ്രസംഗവും അതിനുശേഷം നടന്ന ചർച്ചകളുടെയും ഭാഗമായി വന്നതാണ്. ബഡ്ജറ്റ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടായി, തമിഴ് നിയമസഭയിൽ ഉണ്ടായി. അതായത് അവിടുത്തെ ധനമന്ത്രി പ്രസംഗിക്കുന്ന വേളയിൽ തമിഴ് വ്യാകരണത്തിൽ തെറ്റുവന്നു. ഇത് ചൂണ്ടിക്കാണിച്ച തമിഴ്നാട്ടിലെ MLA TM രാജേന്ദ്രൻ, MDMKയുടെയാണ്, TM രാജേന്ദ്രൻ തമിഴ് തെറ്റുകൂടാതെ പറയാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള തരത്തിലൊരു പ്രതികരണം നടത്തി. ഇതിനാണ് മാരി വിൽസൺ എന്ന ധനമന്ത്രിയുടെ മറുപടി ഉണ്ടായത്. മാരി വിൽസൺ പറഞ്ഞത് താനൊരു ക്രിസ്ത്യനാണ്, ക്രിസ്തുമതത്തിൽ ജനിച്ച തനിക്ക് ഈ കരുണയും സ്നേഹവും അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലായി അറിയാം, ഒരുപക്ഷെ ഈ തമിഴ് എത്ര പഠിച്ചവർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നൊരു തരത്തിൽ ഒരു മറുപടി ഉണ്ടായി. ഇതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തമിഴ് പഠിച്ചാൽ സ്നേഹവും കരുണയും ഒന്നും വരില്ല, അത് ക്രിസ്തുമതത്തിൽ ജനിച്ചാൽ മാത്രമേ വരുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അങ്ങേയറ്റം അപലപനീയമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. തമിഴിനെ അപമാനിച്ചു എന്ന തരത്തിൽ BJPയും ഇതുമായൊക്കെ രംഗത്തിറങ്ങുന്നു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിരവധി വിഷയങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. വിജയ് മറ്റൊരു പ്രധാന കാര്യം ആവശ്യപ്പെടുന്നത് 33% സ്ത്രീകൾക്ക് സംവരണം വേണമെന്നത് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് വിജയ്ക്ക് എത്രമാത്രം പിന്തുണ കിട്ടും, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിടുത്തെ പൊതു വോട്ടർമാരുടെ ജനങ്ങളുടെയൊക്കെ പിന്തുണ വിജയ്ക്ക് എത്രമാത്രം കിട്ടും, പ്രതിപക്ഷത്തിന് ഈ വിമർശനങ്ങളുമായി എത്രമാത്രം കരുത്താർജിക്കാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം, അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്ന നീക്കങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.